ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു സൺഡേ ഔട്ടിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ എണീറ്റ് ഇന്നിവിടെ പൂരിയും കിഴങ്ങറിയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ പോയി പൂരിയും കിഴങ്ങറിയൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്ന് ഔട്ടിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പം തൊട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. പക്ഷേ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു 10 മണിയൊക്കെ ആവും. അപ്പോൾ ദാണ്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമേ അഞ്ചു സിമ്പിളായിട്ട് അവൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഞാൻ ദാണ്ട് ഒരു ബേസിക് സ്കിൻ കെയർ ആയിട്ട് ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു പോൺസിൻ്റെ ക്രീം. ഇത്രയേ ഉള്ളൂ ഞാൻ ഇടുന്നത്. ഇത് ഞങ്ങൾ ഇട്ട ഗെറ്റ് റെഡി വിത്ത് അസിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണണം. അപ്പോൾ ദാണ്ട മനോജ് റെഡി ആയിക്കൊണ്ടിരിക്കുക. അവൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അവൾ മുഖത്തൊന്നും അവൾ ചെയ്യത്തില്ല. അവൾ സ്കിൻ കെയർ പോലും അവൾ ചെയ്യാറില്ല. അവൾ ദാണ്ട മുടി കെട്ടിക്കൊണ്ടിരിക്കണം. ജസ്റ്റ് കണ്ണെഴുതും, പൊട്ടു വയ്ക്കും, മുടി കെട്ടും, അത്രയേ ഉള്ളൂ. അവൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ദാണ്ട കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ഗെറ്റ് റെഡി വിത്തിലൊരു ലിപ് ബാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു മിസ്റ്റേക്കുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ പേര് പറഞ്ഞത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഡെർമാക്കോ എന്നാണ്, പക്ഷേ ആ ലിപ് ബാമിൻ്റെ പേര് ഡേംഡോക്കാണ് കേട്ടോ. നല്ല അടിപൊളി ലിപ് ബാമാണ്. നമ്മളുടെ ചുണ്ടിലുള്ള ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ പോവും. നല്ല നൈസാണ്. നമ്മളൊരു ലിപ്സ്റ്റിക് ഇട്ട ഫീൽ വരും. അതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങൾ 7 പേരാണ് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലുള്ളത്. അപ്പം അതിലെല്ലാവരും ഒന്നും ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. കാരണം 2 പേര് നാട്ടിലായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് വന്ന ടൈമിൽ ദേവു നേരത്തെ ഇങ്ങ് ഹോസ്റ്റലിൽ കയറി. അതുകൊണ്ട് അവർക്ക് ഞങ്ങളുടെ കൂടെ ഔട്ടിങ്ങിന് വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ സോന ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യമേ ഞങ്ങൾ വന്നിട്ട് ഒരു ലെമൺ ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചിട്ട് ഒരു ഷോപ്പിൽ കയറി. ആദ്യത്തേക്ക് ഭയങ്കര ദാഹമായിരുന്നു ഇറങ്ങിയപ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ ലെമൺ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി. അത് അപ്പോഴത്തേക്ക് സോന വന്നു കേട്ടോ. സോന വന്നവളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ ബദാമൊക്കെ കൊണ്ട് തന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ ആണെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട്, അപ്പം നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവിടെ പോയിട്ട് ഫുള്ള് കളി, വർത്താനം, സംസാരമൊക്കെ ആയിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഔട്ടിംഗ് ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നേക്കും. ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഒന്ന് കാണിച്ചു കൊടുക്കാം അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. ഞങ്ങൾ കുറേ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് ഞാൻ സോന ഒറ്റയ്ക്ക് ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴി കൂടെ പോയൊരു ചെറുക്കനെ വിളിച്ച് ഫോട്ടോ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് വർത്താനം പറയാം. ആദ്യത്തേക്ക് ഞാൻ ചൊറിഞ്ഞു കൊടുക്കുവാന്ന് തോന്നുന്നു. അവൾ പറഞ്ഞ് ചൊറിയുന്നടി, ഒന്ന് ചൊറിഞ്ഞു തരുമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചൊറിഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ ഇവിടെ അടുത്തൊരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ കഫേയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വേണ്ട എല്ലാവരും കൂടെ കഫേയിലോട്ട് കയറുകയാണ്. ഇവിടെയാണ് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിവിടെ വന്ന് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ബ്രൗണി വിത്ത് ഐസ്ക്രീം, ഷാർജ ഷേക്ക്, പിന്നെ സ്ട്രോബെറി ഷേക്ക്, ഫലൂഡ, കേസർ പിസ്ത, അങ്ങനെ കുറേ ഐറ്റംസ് ഞങ്ങൾ എല്ലാവരും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കുടിച്ച് തീർത്ത് എല്ലാവരും, കാരണം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇവിടെ കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് അതിന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ എന്ത് വേണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും ആണ് സോന പറഞ്ഞത് നമുക്ക് കുഷ്കയും കബാബും കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ അടുത്തുള്ളൊരു കബാബ് ഷോപ്പിൽ പോയതാണ്ട് എല്ലാവരും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കബാബ് കടയാട്ടോ ഇത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോഴാണ് അരിനെല്ലിക്ക നിൽക്കുന്ന ഒരു വലിയ മരം കണ്ടത്. അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് സോനയാണെങ്കിൽ നേരത്തെ ഈ മരം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഞങ്ങളുടെ അടുത്ത് അവൾ പറഞ്ഞു നമുക്ക് പോയി പറിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അതെല്ലാം പോയി പൊട്ടിച്ചെടുത്ത് ഇതാണ്ട് ഇത്രയല്ല കേട്ടോ, തോനെയും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു വലിയൊരു കവറിനകത്ത് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും കൂടെ കൂട്ടത്തോടെ, സോനയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അവളാണ് മുൻകൈ എടുത്തിട്ട് ഇതെല്ലാം പറിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. നല്ല അടിപൊളി അരിനെല്ലിക്കയായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് വന്ന വഴിക്ക് ഞങ്ങൾക്ക് പഞ്ചസാര തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ വന്നിട്ട് പഞ്ചസാര വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. അത് ഞങ്ങൾ വാങ്ങിച്ച കുഷ്കയും കബാബൊക്കെ ഇല്ലേ, അത് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു. നല്ല വിശപ്പായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ആർത്തി മൂത്ത് കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആ പിച്ചി അരിനെല്ലിക്കയില്ലേ, അത് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് എല്ലാവരും അടിച്ച് കയറ്റി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് കുറച്ച് ഉപ്പിലിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് എല്ലാവരും അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 5 ആണ് അതെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തത്. അത് കഴിഞ്ഞതാണ് ഞങ്ങൾ ഉപ്പിലിട്ടെല്ലാം വെച്ചു. അപ്പോൾ അത്ര